നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണെങ്കിലും പലരും സംസാരിക്കാൻ തന്നെ മടിക്കുന്ന, പലപ്പോഴും 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു കാര്യമാണ് ലൈംഗികത എന്ന് പറയുന്നത്. പലർക്കും അതിനെക്കുറിച്ച് പല സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും. നമുക്കതൊക്കെ ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളോടൊപ്പം ഇന്നുള്ളത് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ISRM ക്ലിനിക്കിൻ്റെ ഫൗണ്ടറായ ഡോക്ടർ അജയൻ വർഗീസ് ആണ്. വെൽക്കം ഡോക്ടർ. ഡോക്ടറെ, പലർക്കുള്ളൊരു സംശയമാണ് വയസ്സാകുന്ന സമയത്ത്, അതായത് വാർദ്ധക്യകാലത്ത് അവരുടെ ലൈംഗിക ശേഷി നശിച്ചു പോകുമെന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? അതായത് ലൈംഗിക ശേഷി നശിച്ചു പോകുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് വയസ്സാകുമ്പോൾ സാധാരണ ഈ ലൈംഗിക ശേഷിയിൽ കുറവ് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം അത് നശിച്ചു പോവുക എന്നുള്ളതല്ല. മാത്രമല്ല, ഈ ഒരു തെറ്റിദ്ധാരണ ഇത്ര വയസ്സ് വരെ നമുക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുള്ളൂ. ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് മരണം വരെ സാധിക്കുന്ന ഒരു കാര്യമാണ്. അഥവാ ഒരു കാപ്പിപ്പൊടി അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. ആ ഒരു അച്ഛൻ പറഞ്ഞോണം മരണത്തിന് ശേഷം ഒരു 5 മിനിറ്റോടെ ലൈംഗികത നിലനിൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തമാശ രൂപേണ പറഞ്ഞതാണെങ്കിൽ കൂടി അതിനകത്തൊരു കാര്യമുണ്ട്. കാരണം വെച്ചിട്ട് ഈ ലൈംഗികത ജീവിത അവസാനം വരെ സ്ത്രീക്കും പുരുഷനുള്ള ഒരു അനുഗ്രഹമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആ ലൈംഗികത ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. പിന്നെ ലൈംഗികത നശിച്ചു പോകുന്നുണ്ടോ, അതിന് വാർദ്ധക്യകാലത്ത് കുറവ് വരുന്നുണ്ടോ ഒക്കെ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചുള്ള കുറവ് ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ വരില്ല. എന്തെങ്കിലും ആരോഗ്യ കാരണങ്ങൾ, അതായത് അസുഖമുണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ശേഷിയിൽ വ്യതിയാനം ഉണ്ടാവും. വയസ്സാകുമ്പോൾ നമുക്ക് ഓരോരോ അസുഖങ്ങൾ വരുമല്ലോ, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്നതിനനുസരിച്ച്. അതെ അതെ, ശരീരത്തിന് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രഷറോ പ്രമേഹോ കൊളസ്ട്രോളോ ഹാർട്ടിന് കംപ്ലൈൻറ്റോ പ്രോസ്റ്റേറ്റ് കിഡ്നി അങ്ങനെ ഒത്തിരി അസുഖങ്ങൾ വരാം. അതിലേതെങ്കിലും അസുഖം ലൈംഗികതയെ ബാധിച്ചെന്ന് വരാം. അതല്ലാതെ വയസ്സല്ല അതിൻ്റെ കാരണം. ശരിക്കും അതിൻ്റെ കാരണം ആ ശരീരത്തിൽ ഉടലെടുത്തിരിക്കുന്ന മറ്റ് അസുഖങ്ങളാണ്. ഡോക്ടറെ, ഈ മനുഷ്യരിൽ മാത്രമല്ല ജീവജാലങ്ങളിൽ മുഴുവനും നിലനിൽക്കുന്ന ഒരു കാര്യമാണല്ലോ ലൈംഗികത എന്ന് പറയുന്നത്. ഈ ലൈംഗികതയ്ക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? ലൈംഗികതയ്ക്ക് ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നൊന്നുമില്ല. ഇത് മരുന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. 90 വയസ്സായാലും 95 വയസ്സായാലും ലൈംഗിക ചിന്ത മനുഷ്യൻ്റെ തലച്ചോറിൽ ഉടലെടുക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ പോകുന്നുണ്ട്. അത് ലൈംഗിക ബന്ധമായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലും ലൈംഗികതയായിട്ട് നമ്മൾ കണക്കിലെടുക്കണം. എന്നാൽ പെനിട്രേറ്റീവ് സെക്സ്, അതായത് ആ രീതിയിലുള്ള ലൈംഗികതയിലേക്ക് വരുവാൻ ചിലർക്ക് കഴിഞ്ഞില്ലെങ്കിൽ കൂടി ലൈംഗികതയ്ക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ല. മറ്റ് അസുഖം ഞാൻ നേരത്തെ സൂചിപ്പിച്ച വണ്ണം മറ്റ് അസുഖങ്ങളില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും. അതിന് വയസ്സൊരു പ്രശ്നമല്ല, എക്സ്പയറി ഡേറ്റ് ഇല്ല. ലൈംഗികതയ്ക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് നമ്മൾ കരുതുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തി ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയും. ആ സമയത്ത് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ എനിക്കൊന്നിനും കഴിവില്ല, എൻ്റെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊന്നിനും കൊള്ളാത്തവളായി, ഞാനൊന്നിനും കഴിവില്ലാത്തവനാണ് എന്നൊക്കെയുള്ള ചിന്താഗതി വന്നു കഴിഞ്ഞാൽ അത് മറ്റ് ജീവിത രീതിയെ കൂടി, അതായത് ഒരു പോസിറ്റീവ് മൈൻഡ് അവിടെ ഇല്ലാണ്ടാകുകയും പെട്ടെന്ന് തന്നെ വാർദ്ധക്യം ബാധിക്കുന്നതായി കാണാം. അത് എൻ്റെ അഭിപ്രായത്തിൽ ലൈംഗികത എത്രത്തോളം കാലം തുടരുന്നുവോ അത്രത്തോളം കാലം അവർക്ക് എന്നാണ് ആരോഗ്യം നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വയസ്സായിട്ടുള്ള ആൾക്കാരിൽ ഒരു 50 വയസ്സിന് ശേഷമുള്ള ആൾക്കാരിലൊക്കെ ലൈംഗിക ശേഷി കുറവ് കണ്ടുവരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം വയസ്സല്ല. അത് സാധാരണ ഇതിൽ ഇവരുടെ ജനിതക ഘടനയൊന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ പിതാവിനും മാതാവിനും ഒക്കെ എന്തെങ്കിലും അസുഖമുണ്ടോ, അമ്മമാർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, ആ രീതിയിലുള്ള അസുഖങ്ങൾ അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പ്രമേഹം, അല്ലെങ്കിൽ പ്രഷർ, കൊളസ്ട്രോള്, പിന്നെ യൂറിക് ആസിഡ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും അസുഖം അവർക്ക് പാരമ്പര്യമായിട്ട് കണ്ടുവരുന്നുണ്ടെങ്കിൽ അത്ര അസുഖം കൂടുതലായിട്ട്, അതായത് പൊതുവെ ലക്ഷണങ്ങൾ അതിൻ്റെ കാണിക്കുന്ന ഒരു 50 വയസ്സ് കഴിയുമ്പോഴാണ്. ആ 50 വയസ്സ് കഴിയുമ്പോൾ അത്തരം പ്രഷർ ഉടലെടുക്കുന്നു, പ്രമേഹം ഉടലെടുക്കുന്നു, കൊളസ്ട്രോൾ കൂടുതലാവുന്നു, ഹാർട്ടിന് കംപ്ലൈൻറ്റ് വരുന്നു, ഇത്രയൊക്കെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടപ്പിറപ്പായിട്ട് ലൈംഗിക ശേഷി അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ജനം തെറ്റിദ്ധരിക്കുന്നത്. അത് ഏറെക്കുറെ താത്വികമായിട്ട് ശരിയാണെങ്കിൽ കൂടി അതിന് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ആദ്യം ഉടലെടുക്കുന്നത് ലൈംഗിക ശേഷിക്കുറവാണ്. അപ്പോൾ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 50 വയസ്സിൽ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയായി, പ്രഷർ വരാനുള്ള സാധ്യത, അതിൻ്റെ ഒരു പൈലറ്റ് വാഹനം അല്ലെങ്കിൽ ഒരു ആദ്യ സൂചനയാണ് ഈ ലൈംഗിക ശേഷിക്കുറവ്. അപ്പോൾ നമ്മളതല്ലാതെ 50 വയസ്സ് കഴിഞ്ഞാൽ ഒരാൾക്ക് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നല്ല മനസ്സിലാക്കേണ്ടത്. അവർക്ക് പാരമ്പര്യമായി ഏത് അസുഖമാണോ വരാൻ സാധ്യതയുള്ളത് അതിൻ്റെ ആദ്യത്തെ മണി മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ആ സമയത്ത് തന്നെ
ചികിത്സ തുടങ്ങുകയും ശരിയായ പരിശോധനകൾ നടത്തുകയാണെങ്കിൽ ഇന്ന അസുഖം ഇന്ന വ്യക്തിക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് വെറും ലാബറട്ടറി ടെസ്റ്റുകൾ മാത്രം പോരാ. മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഞങ്ങൾ സാധാരണ ഫാമിലി ഹിസ്റ്ററി എടുക്കാറുണ്ട്. ഫാദറിന് ഇന്ന അസുഖം ഉണ്ടായിരുന്നോ, മദറിന് ഇന്ന അസുഖം ഉണ്ടായിരുന്നോ, ആ ബന്ധുക്കൾക്കോ സഹോദരന്മാർക്ക്, മൂത്ത സഹോദരന്മാർക്ക്, സഹോദരികൾക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ടായിരുന്നു, ആ രീതിയിലുള്ള ഒരു അസുഖം ഇവർക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മുൻകരുതലും എടുക്കാം, ലൈംഗിക ശേഷിക്കുള്ള ചികിത്സയും നടത്താം. അപ്പോൾ ഈ പാരമ്പര്യം അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെ ലൈംഗിക ശേഷിനെ വല്ലാതെ ബാധിക്കുന്നുണ്ടോ? എല്ലാ ജീവിതശൈലി രോഗങ്ങളും പാരമ്പര്യ ഘടകവുമായിട്ടൊരു ബന്ധമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വ്യക്തിക്ക് അതായത് അദ്ദേഹത്തിൻ്റെ ഫാദറിന് ഷുഗറുണ്ട്, മദറിന് ഷുഗറില്ല. അദ്ദേഹത്തിന് ഷുഗർ വരാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അവിടെ ഒരു ഘടകം കിടപ്പുണ്ട്. ഫാദറിനും മദറിനും ഷുഗർ ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതേസമയത്ത് ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള ലെവലിൽ നമ്മൾ പ്രമേഹത്തെ കണക്കിലെടുക്കുന്നു. ശരിയാണത് ജീവിതശൈലി രോഗങ്ങളാണ്. അദ്ദേഹം വ്യായാമം ചെയ്യുന്നില്ല, അതുപോലെ തന്നെ വേണ്ട രീതിയിലുള്ള ഉറക്കമില്ല, മറ്റ് ആവശ്യത്തിൽ കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നു. ഈ വ്യക്തിക്ക് പാരമ്പര്യ ഘടകം ഉണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ ഷുഗർ വരും. പാരമ്പര്യ ഘടകം ഇല്ലാത്തൊരു വ്യക്തിക്ക് ചിലപ്പോൾ 10-15 വർഷം കഴിഞ്ഞേ വരുള്ളൂ. അതുകൊണ്ട് പാരമ്പര്യ ഘടകം എന്നുള്ളതിൻ്റെ അർത്ഥം അവർക്ക് കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ആദ്യം നമുക്ക് ലഭിക്കുന്ന സൂചനയാണ് ലൈംഗിക ശേഷിക്കുറവ്. അതാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടർ, അതുപോലെ തന്നെ വാർദ്ധക്യകാലത്ത് പുരുഷന്മാരിൽ പ്രധാനമായിട്ടും ഈ ലൈംഗിക താല്പര്യം കുറയുന്ന ഒരു പ്രവണത കാണുന്നുണ്ടോ? അല്ല, അതിന് ലൈംഗിക താല്പര്യം ഉണ്ടാക്കുന്നതിൽ ഹോർമോണുകൾക്ക് നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ ആ ഹോർമോണുകളുടെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30-35 വയസ്സ് കഴിഞ്ഞാൽ 1% വെച്ച് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കുറയുന്നതോടുകൂടി ലൈംഗിക താല്പര്യം മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. പക്ഷെ വെറും ടെസ്റ്റോസ്റ്ററോൺ മാത്രമല്ല ലൈംഗിക താല്പര്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ തലച്ചോറിൽ വരുന്ന ചില സിഗ്നലുകൾ, ചെറുപ്പകാലത്തിലുള്ള ചില അനുഭവങ്ങൾ, അതേപോലെ മറ്റ് ക്യൂസ്, അതെല്ലാം കൂടെ നോക്കുമ്പോൾ എന്താണ് ഇതിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ലെവൽ കുറയുകയാണെങ്കിൽ കൂടി ചില പുരുഷന്മാരിൽ ലൈംഗികമായിട്ടുള്ള താല്പര്യം അതേ രീതിയിൽ തന്നെ നിലനിൽക്കുകയും ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായി കാണപ്പെടുന്നുമുണ്ട്. അപ്പോൾ പ്രായം കൂടുന്നതോടുകൂടി ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയുമോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരം നൽകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കുറയും. കാരണം ഹോർമോൺ ലെവൽ കുറയുന്നുണ്ട്. ഹോർമോൺ ലെവൽ കുറയുമ്പോൾ ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയും. അതുമാത്രമല്ല, ഈ ഹോർമോൺ ലെവൽ കുറയുന്നത് പ്രോസ്റ്റേറ്റിനെ ബാധിക്കും. ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് അത് പോകാറുണ്ട്. മൂത്രതടസ്സം ഉണ്ടാകാറുണ്ട്. രാത്രിയിൽ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ പോകേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള പ്രോസ്റ്റേറ്റിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഹോർമോൺ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെനോപോസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. ഹോർമോൺ കുറയുന്നതോടുകൂടി അവരുടെ ആർത്തവ വിരാമം ഉണ്ടാകുന്നുണ്ട്. പുരുഷന് അങ്ങനെ പ്രകടമായ ഒരവസ്ഥയിലേക്ക് പോകുന്നില്ലെങ്കിൽ കൂടി പുരുഷനും ലൈംഗികമായിട്ടുള്ള ഈ താല്പര്യക്കുറവ് ഒരു ഗ്രാജ്വലി, ഒരു ഗ്രാഫ് മെല്ലെ താണു വരുന്നത് പോലെ കുറഞ്ഞു വരുന്നുണ്ട്. ഒറ്റയടിക്കല്ല എന്ന് മാത്രം. എന്നിരുന്നാലും എത്ര ഹോർമോൺ ലെവൽ കുറവിലേക്ക് പോയാലും പുരുഷൻ്റെ ലൈംഗികത അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാകുന്ന ഒന്നല്ല. മാത്രമല്ല, ലൈംഗിക താല്പര്യം അവിടെ ഉണ്ടാക്കുന്നതിന് വെറും ഹോർമോൺ മാത്രമല്ല ഘടകമാകുന്നത്. പിന്നെ മറ്റ് അസുഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയാറുണ്ട്. ഡോക്ടറെ, ഈ ആർത്തവിരാമത്തിന് ശേഷം, അതായത് മെനോപോസിന് ശേഷം സ്ത്രീകളിലെ ലൈംഗികത നശിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിൽ അതായത് നമ്മുടെ ഹോർമോൺ ലെവൽ, ഈസ്ട്രോജൻ്റെ ലെവൽ കുറയുന്നുണ്ട്. പിന്നെ ലൈംഗികമായിട്ടുള്ള എനർജിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ ജീവിതചക്രം തന്നെ മാറുകയാണ്. ആർത്തവം നിൽക്കുന്നു. അപ്പം തൻ്റെ സ്ത്രീത്വം നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു ധാരണയിലേക്ക് ചില സ്ത്രീകൾ പോകാറുണ്ട്. ഹോർമോൺ ലെവൽ തീർച്ചയായിട്ടും കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരിധി വരെ ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയണമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടാറുള്ളത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു ചെറിയ വ്യതിയാനമൊക്കെ ഉണ്ടാകുമെന്നുള്ളതല്ലാതെ ആർത്തവ വിരാമം കൊണ്ട് ലൈംഗിക ശേഷിയിൽ അങ്ങനെ നഷ്ടപ്പെടുന്നൊന്നുമില്ല. പിന്നെ ലൈംഗികമായിട്ട് നല്ല ഊർജ്ജസ്വലത, അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളിലും കാണുന്നുണ്ട്. മാത്രമല്ല 50-60 വയസ്സായ സ്ത്രീകൾ എൻ്റെ അനുഭവത്തിൽ നല്ല ലൈംഗികമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി അതുപോലെ തന്നെ കൂടുതൽ ലൈംഗികത പ്രകടിപ്പിക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. ഇവിടെ ക്ലിനിക്കിൽ വരുന്നതിൽ ഒരു 70-75 വയസ്സായ പുരുഷന്മാരെ ചികിത്സയ്ക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുവരുന്ന 60-65 വയസ്സായ സ്ത്രീകൾ വളരെയധികമുണ്ട്. കാലഘട്ടം മാറി. അവരെ സംബന്ധിച്ചിടത്തോളം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികത അവരുടെ അവകാശമാണ്, ആഗ്രഹം മാത്രമല്ല അവരുടെ അവകാശമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരതിനനുസരിച്ചുള്ള ചികിത്സയിലേക്ക് വരാൻ തയ്യാറുമാണ്. അതായത്
പണ്ട് വിദ്യാഭ്യാസമില്ലാതിരുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ഇതൊക്കെ വല്ല നേരത്തെ സൂചിപ്പിച്ച 4 ചുമരുകൾക്കുള്ളിൽ അത് ഒതുങ്ങി തീരുമാനിച്ചു. ഇപ്പം 4 ചുമരുകൾക്കുള്ളിലല്ല, അതിന് പുറത്തേക്ക് പോകാൻ ചുമരുകൾക്കുള്ളിൽ ഇരുന്നാൽ പോലും മൊബൈൽ ഫോണായി, കമ്പ്യൂട്ടറായി, ഇൻ്റർനെറ്റായി അവർക്ക് ഇവിടെ നിന്ന് ഏത് രാജ്യത്തേക്കും എവിടത്തേക്കും പോകാനും അത്രയ്ക്ക് വിശാലമാണ് ലോകം. അങ്ങനെ ആവുന്നതോട് അവർ ലൈംഗികതയെക്കുറിച്ച് അതിൽ സെർച്ച് ചെയ്യുകയും ലൈംഗികത നശിക്കുന്ന ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്നതോടുകൂടി സ്ത്രീകളും ലൈംഗികമായിട്ടുള്ള അവരുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ, ഒരു ദാമ്പത്യം എന്ന് പറയുന്ന ഒരു കുടുംബ പ്രശ്നമാണല്ലോ. അപ്പോൾ 2 കൂട്ടരും ചികിത്സയ്ക്ക് വരുന്ന കണക്ക്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ കൂടി വരുന്നുണ്ട്. അങ്ങനെ ചികിത്സയ്ക്ക് വരുന്നവരിൽ അവരുടെ അസുഖങ്ങൾ എന്താണ്, അവർക്ക് പ്രശ്നങ്ങൾ എന്തെല്ലാം ആണുള്ളത്, അതൊക്കെ കണ്ടുപിടിച്ചിട്ട് രണ്ടുപേരെയും ആരോഗ്യരംഗത്തിനും അതുപോലെ തന്നെ ലൈംഗിക കാര്യങ്ങൾക്ക് നമുക്ക് ചികിത്സ നൽകാൻ കഴിയും. അതുകൊണ്ട് അവരുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൂടാതെ ഈ ലൈംഗികതയില്ലെങ്കിൽ ആ കുടുംബത്തിലെ ജീവിതം ഒരു അലസോരപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡ് ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. അവരെ സംബന്ധിച്ച് അവരുടെ ഇൻറ്റിമസി വർദ്ധിക്കുന്നു. അവർക്ക് അതുപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രവണത, അതായത് ഒരു കഴിവ് അതിൽ ലഭിക്കുന്നു. പ്രത്യേകിച്ച് മക്കളൊക്കെ ഇന്ന് മിക്കവരുടെയും മറ്റ് വിദേശ രാജ്യങ്ങളിലോ മറ്റും ജോലി ചെയ്യുകയായിരിക്കും. ഏതായാലും പണ്ടത്തെ പോലെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആയിരിക്കില്ല മക്കൾ. അപ്പോൾ ആ വാർദ്ധക്യകാലത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക സുഖം ലഭിക്കുകയാണെങ്കിൽ അവർക്കത് നല്ല കാര്യമാണെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. മാത്രമല്ല അവരുടെ ആരോഗ്യത്തിന് നല്ലതുമാണത്. വാർദ്ധക്യകാലത്ത് ഉണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ലൈംഗികത എന്ന് പറയുന്നത് വെറുതെ ഒരു ശാരീരികമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, മാനസികമായിട്ട് പോലും നമുക്ക് നല്ല സപ്പോർട്ട് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാർദ്ധക്യകാലത്തുള്ള ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്